അങ്ങനെ ഞങ്ങളുടെ തേർഡ് ഇയറിലെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്കാണ്. കാരണം ഞങ്ങളുടെ ഹോസ്റ്റലിൽ ചെന്നിട്ടാണ് ബാക്കി പണിയുള്ളത്. ഞങ്ങളുടെ ഹോസ്റ്റലിലെ റൂം ഷിഫ്റ്റിംഗ്. ഹോസ്റ്റലിലുള്ളവർക്കറിയാം ഹോസ്റ്റലിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിപ്പറക്കി വേറെ റൂമിലോട്ട് മാറ്റുന്ന ഒരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ കുറെ മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ സാധനങ്ങൾ എല്ലാം ഈ ഒരു പെട്ടിക്കകത്താക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം സെറ്റാക്കിയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കാരണം 1.5 മാസം ഇനി അവധിയാണ്. ഇനി തിരിച്ച് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ എന്റെ മെത്തയും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് എടുത്തോണ്ട് താഴോട്ട് കൊണ്ടുപോകണം. അതാണ് ടാസ്ക്. പിന്നെ ഇവനുണ്ടായിരുന്നോണ്ട് പിന്നെ മെത്തയ്ക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ ടാസ്കിലായിരുന്നു. എനിക്ക് പെട്ടി ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ എന്റെ എല്ലാ പെട്ടിയും ബാഗും കാര്യങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് താഴെ ഒരു കൂട്ടുകാരന്റെ റൂം ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് ഞാൻ കൊണ്ടുവച്ചു. എന്റെ റൂം അലോട്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ റൂം ഒന്നും ക്ലീൻ ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചത്. ഇതാണ് എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂം. ഇവിടെ സീനിയേഴ്സ് ഒക്കെ പോയിട്ട് അവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതൊക്കെ ക്ലീൻ ആക്കാനുണ്ട് ഇനി. അങ്ങനെ ഞാൻ എന്റെ റൂമിലേക്ക് തിരിച്ചു വന്നത്. എന്റെ സൈഡ് ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്. എന്റെ റൂംമേറ്റിന് അതിൽ മറ്റന്നാളോട് എക്സാം ഉണ്ട്. അതുകൊണ്ടാണ് ആ സാധനം മാറ്റാൻ അവിടെ വെച്ചേക്കുന്നത്. പിന്നെ പോകുന്നതിന് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ ലാസ്റ്റ് ഫുഡ് അടിയാണ് ഹോസ്റ്റലിൽ നിന്ന്. കാരണം ഇവിടെ ഇരിക്കുന്നവരൊക്കെ PG പോവാണ്. പിന്നെ എന്തായാലും ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ തേർഡ് ഫ്ലോറിൽ നിന്ന് ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന തേർഡ് ഫ്ലോറിലെ ആ വ്യൂ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്ലോറിൽ നോക്കുമ്പോൾ ഹോസ്റ്റലിലെ 13 കാണാമായിരുന്നു. അങ്ങനെ അവസാനമായിട്ട് എന്റെ ബാഗും പാക്ക് ചെയ്ത് റൂമിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങി. കുറെ ഓർമ്മകൾ തന്ന റൂമാണ്. എന്തായാലും പോട്ടെ. അങ്ങനെ അവനോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനി എക്സാം ഒക്കെ കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങണം.